നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം കൂടെ നടക്കുന്ന അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് പോലും അറിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ കോൺഗ്രസിനെ അറിയാത്തൊരു സാഹചര്യമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ തന്നെ അവരെയൊക്കെ തന്നെ കണ്ണു വെട്ടിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയുടെ പല വിദേശ യാത്രകളും ഇന്നും അവർക്ക് പോലും അറിയില്ല. നിന്ന നിപ്പിലാണ് അദ്ദേഹം പല വിദേശ രാജ്യങ്ങളിലേക്കും സന്ദർശനം നടത്തുന്നത്. തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കാനുള്ള അവകാശമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും ഒരു ഒത്തായിട്ടുള്ള തീരുമാനം, കേന്ദ്രത്തിനെതിരെ വിമർശനമൊക്കെ ഉന്നയിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് സ്വന്തം നേതാവ് ഇവിടെ ഇല്ലാത്തൊരവസ്ഥ. സാറിന് എന്ത് തോന്നുന്നു, ഇപ്പൊ എവിടെയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതിനെ? അല്ല, ഞാൻ അങ്ങോട്ട് ചോദിക്കാം, എവിടെയാണ് രാഹുൽ? ഒരു ജേർണലിസ്റ്റ് എന്നുള്ളതാണ് കൃഷ്ണന്ത് പറയും. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി എവിടെയാണ്? രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ ആക്റ്റീവ് ആണെന്ന് അറിയാം. അതിലൂടെ അദ്ദേഹം പല വിമർശനങ്ങളും പ്രതികരണങ്ങളും നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ആക്റ്റീവാണ്. അതെ, എവിടെ നിന്നാണ് ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. വാസ്തവത്തിൽ സുകുമാരക്കുറുപ്പിനേക്കാൾ ദുരൂഹമാണ് അദ്ദേഹത്തിന്റെ, അല്ലേ? എവിടെയാണ് അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എവിടെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യസഭയിൽ പറഞ്ഞതാണ്. ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ തന്നെ ഇഷ്യൂ ആയി. പക്ഷേ അതിനുശേഷവും ഇങ്ങനെയുള്ള രാഹുലിൻ്റെ യാത്രകൾ ഇങ്ങനെ തന്നെ തുടരുകയാണ്. ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നും പറഞ്ഞ് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ആനന്ദ്. അതുപോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് അദ്ദേഹം. ഇതുപോലെ ഭാഗ്യവനായ ഒരു വ്യക്തിയുണ്ടോ? കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത് 54 വിദേശ യാത്രകളാണ് നടത്തിയിട്ടുള്ളത്. 54. ഈ 54 യാത്രകളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാം? അതായത് മസ്കറ്റ്, വിയറ്റ്നാം, മലേഷ്യ, കൊളംബിയ, ജർമ്മനി, ഇറ്റലി, ഖത്തർ, ലണ്ടൻ, അതുപോലെ തന്നെ അമേരിക്കയൊക്കെ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളാണ്. ബ്രിട്ടൻ, ഇവിടെയൊക്കെ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഇറ്റിനറിയിൽ രഹസ്യമായിട്ട് അറിഞ്ഞ വിവരം, നമ്മുടെ ഇൻ്റലിജൻസ് തന്നെ കണ്ടുപിടിച്ചതാണ്, അദ്ദേഹം തുർക്കിയയിലും പോയി. നമ്മുടെ ശത്രു രാജ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ ആവനാഴിയിലുള്ള ആയുധങ്ങളെല്ലാം കൊടുത്ത് സംരക്ഷിച്ച ഒരു രാജ്യമാണ് തുർക്കി. ആ വൃത്തികെട്ട രാജ്യത്തേക്കാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. കൊളംബിയ എന്ന് പറയുന്നത് വെനിസുലയൊന്നുമല്ല, ലോക മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ കേന്ദ്രമാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം എന്തിനാണ് പോയത്? മയക്കുമരുന്നിൻ്റെ ഉപഭോക്താവാണോ ഇദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള രമേശ് ചെന്നിത്തല, അദ്ദേഹം ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്നും പറഞ്ഞ് അന്വേഷണം നടത്തുകയാണല്ലോ, കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന് എന്താണ് ഈ കൊളംബിയയിലുള്ള താല്പര്യം? മയക്കുമരുന്നാണോ? ഇന്ത്യയുടെ ഏതെങ്കിലും താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? തുർക്കിയയിൽ ഇന്ത്യയുടെ ഏതെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങിച്ച് കേന്ദ്രമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന, അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന ഒരാളാണ്. പക്ഷേ ദുരൂഹമായിട്ട് അദ്ദേഹം വിദേശയാത്രകൾ നടത്തുന്നത് എന്തിനാണ്? സംശയം ചോദിക്കേണ്ടതല്ലേ? അദ്ദേഹം കാണുന്നത് ജോർജ് സോറോസിനെ അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ഇല്ലാതാക്കി ടാറ്റ, ബിർള, അംബാനി, അദാനി ഇവരെയെല്ലാം തകർത്തുകൊണ്ട് തൻ്റെ വ്യവസായ സാമ്രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ വേണ്ടി ഉറ്റുനോക്കുന്ന, അതിന് സമ്മതിക്കാത്ത നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ തീർക്കാൻ തന്നെ കച്ചകെട്ടിറങ്ങിയ ഒരു വലിയ അധോലോക സാമ്രാജ്യത്തിൻ്റെ അധിപനായ, അധോലോക മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളിൻ്റെ ഉപദേശങ്ങൾ തേടാൻ വീണ്ടും അദ്ദേഹം പരസ്യമായിട്ട് പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ഇത് ഡൽഹി രാജഗോപാൽ എന്നൊരു മാധ്യമ പ്രവർത്തകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം പോയിട്ടുള്ളത് ജോർജ് സോറോസിൻ്റെ അടുക്കലേക്ക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, ഡൽഹിയിൽ ലൂഷ്യൻസ് കോർണറിൽ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകനായ തമിഴ്നാട്ടുകാരനായിട്ടുള്ള രാജഗോപാൽ പറഞ്ഞ കാര്യമാണിത്.
ഇങ്ങനെ എന്തിനാണ് പറയിപ്പിക്കുന്നത്? അതുപോലെ തന്നെ ധാക്കയിലുള്ള, ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള ബ്ലിറ്റ്സ് എന്ന് പറയുന്ന മാസിക, അതിൻ്റെ ഒരു ലക്കത്തിൽ ഇദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുള്ളതായിട്ട് പറയുന്നു. ആ 2 കുഞ്ഞുങ്ങളും 2 ഭാര്യമാരിലുള്ളതാണെന്ന് പറയുന്നു. ഇതിലുള്ള ഒരാൾ കൊളംബിയയിലെ മയക്കുമരുന്ന് കാർട്ടലിൻ്റെ തലവൻ്റെ മകളാണെന്ന് പറയുന്നു. മറ്റത് അന്ന് നമ്മൾ ശത്രുതയിലായിരുന്ന അഫ്ഗാനിസ്ഥാൻ രാജ്യത്തെ പഴയൊരു പഹലവിയുടെ അല്ലെങ്കിൽ രാജാവിൻ്റെ മകളാണെന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ഒരു നിഷേധക്കുറിപ്പും ഒരു സോഷ്യൽ പോസ്റ്റിലൂടെയും അദ്ദേഹം ഇന്ന് വരെ ഇട്ടിട്ടുമില്ല. അപ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ദുരൂഹതകൾ, നിഗൂഢതകൾ ഒക്കെ ചുരുളഴിയുമ്പോൾ ഇന്ത്യ നാണക്കെടുന്നില്ലേ? ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണോ നിങ്ങൾ മന്ത്രി പദത്തിന് തുല്യമായിട്ടുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുത്തുന്നത്? ഇത് വാസ്തവത്തിൽ പവർ വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് അദ്ദേഹം AICC പ്രസിഡൻ്റായിട്ടിരുന്ന് കോൺഗ്രസിനെ വളർത്താൻ അദ്ദേഹത്തിന് സമയമില്ല. ഈ വിദേശയാത്രകൾ, പര്യടനങ്ങൾ നടത്തണം. പല പര്യടനങ്ങളും നടക്കുന്നത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന CJP എന്ന് പറയുന്ന പാർട്ടി, ജെൻസിയുടെ വിപ്ലവമാണെന്നും പറഞ്ഞ് വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ച സമയത്താണ് ഈ പ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ ട്രോട്ടിംഗ് എന്നാണ് അതിനെ വിളിക്കുക. ഉലകം ചുറ്റും ബാലിവനായിട്ട് നടക്കുക. അതിൻ്റെ മൂർധന്യത്തിൽ ഇവിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ള ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷകളിലെല്ലാം വമ്പിച്ച പാളിച്ചകൾ വന്നിട്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾ ആ കൂട്ട ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് നാട് വിട്ടൊരു പോക്ക്. അതുപോലെ തന്നെ രാമക്ഷേത്രം കൊള്ളയടിച്ച് അതിൻ്റെ രഹസ്യങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ വേണ്ടേ? അദ്ദേഹം രാമനെയൊക്കെ തിരസ്കരിക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. രാമനും സീതയും ഒന്നും ജീവിച്ചിരുന്നിട്ടില്ലെന്ന് പറഞ്ഞ ആളാണെന്നറിയാം. പക്ഷേ ഇദ്ദേഹം പോകുന്നതിന് തൊട്ടു മുമ്പ് കയറി അങ്ങ് രാമഭക്തനായി. എവിടെ പോയി രാമൻ്റെ പണമെല്ലാം എന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ച ആളല്ലേ ഇദ്ദേഹം. ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ ഒരു പക്ഷേ പോട്ടെ, കോൺഗ്രസ്സിന് സ്കോർ ചെയ്യാവുന്ന തരത്തിൽ BJPക്ക് അവിടെ ഒരു വൻപിച്ച ഒരു പരാജയം രാമക്ഷേത്ര കാര്യത്തിൽ ഉണ്ടായപ്പോൾ കോൺഗ്രസ്സുകാരെ ആവേശം കൊള്ളിക്കുക എന്നുള്ള ചുമതല ജനങ്ങളെ പോട്ടെ, ഇന്ത്യയിലെ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നില്ല. ഒരിക്കലും അദ്ദേഹം ആവേശം കൊള്ളിക്കുന്നില്ല. കാരണം പഹൽഗാം ഭീകരവാദ സമയത്ത് നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ വർഗീയത നമ്മൾ കണ്ടതാണ്. യുദ്ധത്തിൽ ധീര ജവാന്മാർ വിജയിച്ചു പോന്നപ്പോൾ അവരെ ഡീമോറലൈസ് ചെയ്യുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങൾ നമ്മൾ കേട്ടതാണ്. പോട്ടെ, കോൺഗ്രസിനെ ഒന്ന് നോക്കൂ നിങ്ങൾ. പ്രതിപക്ഷത്തിൻ്റെ അതിന് കുറച്ച് മജ്ജയും മാംസവും കിട്ടാൻ വേണ്ടിയിട്ട്, അതിനെ ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ രാമക്ഷേത്രം മുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കൂ, തന്ത്രപരമായിട്ട് പ്രവർത്തിക്കൂ. അതൊന്നും വർജ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങളുടെ പാർട്ടിയെ വളർത്താൻ വേണ്ടി അത് മുതലെടുക്കൂ. അതൊക്കെയല്ലേ രാഷ്ട്രീയ തന്ത്രങ്ങളെന്ന് പറയുന്നത്. ആ പാവപ്പെട്ട മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ട് ഇതിന് കൊള്ളാം. അദ്ദേഹത്തെ പ്രസിഡൻ്റായിട്ട് എടുത്തു വെച്ചിട്ട് ആ പ്രസിഡൻറ്റിൻ്റെ അധികാരം മുഴുവൻ ഇദ്ദേഹം കവർന്നു വെച്ചിരിക്കുക. മല്ലികാർജുൻ ഖാർഗെയ്ക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും താക്കോൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ്. ആ താക്കോൽ എടുത്തുകൊണ്ട് അദ്ദേഹം വിദേശത്തേക്ക് പോയിരിക്കുക. കോൺഗ്രസ്സിൽ ഒരൊറ്റ ആളിന് പറയാൻ കഴിവുണ്ടോ അദ്ദേഹം എവിടെയാണെന്നുള്ളത്? പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ എല്ലാം വലിയ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയും ഐക്കോണോ എന്തൊക്കെയാണല്ലോ. എവിടെ രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയുമോ മല്ലികാർജുൻ ഖാർഗെയ്ക്ക്, സോണിയാഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക്? ഇതാ ഇപ്പോൾ വയനാട്ടിൽ അദ്ദേഹം ഒരിക്കൽ MP ആയിരുന്ന സ്ഥലമല്ലേ. അവിടുത്തെ ഈ മേപ്പാടി തുരങ്കം നിർമ്മിച്ചുണ്ടായ ദുരന്തത്തിൽ ഒരു എക്സ്പോസിൽ എന്തെങ്കിലും കണ്ടിരുന്നോ? എന്തെങ്കിലും പ്രതികരണം കണ്ടിരുന്നോ? ഒരു പ്രതികരണമില്ല. എന്തിനാണ് നമുക്ക് ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ്? കോൺഗ്രസ്സുകാർ തന്നെ സ്വയം ചോദിക്കണ്ടേ, ഇദ്ദേഹത്തെ കൊണ്ട് കോൺഗ്രസ്സിന് എന്താണ് പ്രയോജനം? ഓരോ തെരഞ്ഞെടുപ്പിലും തോറ്റുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത്? നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല. മറ്റുള്ളവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു പ്രതിപക്ഷം. പക്ഷേ ഞങ്ങൾ പറയുന്നു, നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥാനത്തിരിക്കുകയാണ് അദ്ദേഹം ഒരു ശരിയായ പ്രതിപക്ഷ നേതാവിൻ്റെ നിലയിലല്ല പ്രവർത്തിക്കുന്നത്. സുതാര്യമായിരിക്കണം വിദേശയാത്രകൾ. എന്തിനാണ് പോകുന്നതെന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. അത് വളരെ വ്യക്തമാണ്. സംശയത്തിന് അതീതനായിരിക്കണം പ്രതിപക്ഷ നേതാവും, പ്രധാനമന്ത്രി മാത്രമല്ല. സുതാര്യമായിരിക്കണം.
രഹസ്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. കുഴപ്പമില്ല, ബന്ധങ്ങൾ ആർക്കുമായിട്ടും ഞാൻ ഇങ്ങനെ ബന്ധമുണ്ടെന്ന് പറയണം. ഒരു വെസ്റ്റേൺ ലിബറലിൻ്റെ മട്ടിലാണ് പലപ്പോഴും അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ ഒരു നക്സലൈറ്റിൻ്റെ രീതിയിലും ഒക്കെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പോട്ടെ, ലിബറലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പറയാം, ഈ ബന്ധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം മാന്യനാവും. ഇതൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ടുള്ള യാത്രകൾ നടത്തുമ്പോൾ നമ്മൾ റൂമേഴ്സും കിംവദന്തികളും കൂടുതൽ പരക്കുകയാണ് ചെയ്യുക. അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. രഹസ്യങ്ങളെന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യം, രഹസ്യങ്ങളല്ല, ബന്ധങ്ങൾ തെറ്റായ കാര്യമല്ല. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് രഹസ്യമായിട്ട് മൂടി വെച്ചുകൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന അനീതിയാണ് എന്നാണ്. ഇതെല്ലാം തുറന്നു പറയണം. എന്താണ്, നിങ്ങൾ എവിടെ പോയി എന്നുള്ളതെങ്കിലും ഒന്ന് അറിയാനുണ്ട്. അതാണ് പാർലമെൻറ്റിൽ പറഞ്ഞത്, വി ഡോണ്ട് ഹാവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ഹിസ് വെയർ അബൌട്ട്സ് എന്ന് പറഞ്ഞത്. തന്നെയുമല്ല, നിയമപരമായിട്ട് പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മുടെ ഉന്നതമായിട്ടുള്ള ഈ പാസ്പോർട്ടും ഒക്കെ അനുവദിക്കുന്ന അതോറിറ്റിക്ക്, അതായത് CPV എന്ന് പറയുന്നത്, അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എവിടെയാണ് പോയിരിക്കുന്നത് എന്നറിയാൻ ബാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിലപ്പെട്ട ഒരു ജീവനാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ ജീവൻ. അതിനെന്തെങ്കിലും ഹാനി സംഭവിച്ചാൽ, ഏതെങ്കിലും ഒരു ഭീകരൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞറിയിച്ചിട്ട് പോകാനും ഒക്കെയുള്ള വകതിരിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം. കോൺഗ്രസ്സുകാരും പറഞ്ഞാൽ കേൾക്കില്ല. കോൺഗ്രസ്സിലെ ഏറ്റവും വിവരമുള്ള ആളിപ്പോഴെന്ന് പറഞ്ഞാൽ മനീഷ് തിവാരിയാണ്. അദ്ദേഹത്തിന് ഇയാൾക്ക് കണ്ടുകൂടാ. മറ്റൊരാൾ ശശി തരൂറാണ്. ഒരിക്കലും അടുപ്പിക്കുകയില്ല. നിങ്ങൾ മോദി ഭക്തനാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള വിവരക്കേടും കൂടി ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു അവസ്ഥ, കോൺഗ്രസിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ വളരെ പരമ ദയനീയമാകുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയാറ്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി യാത്രയിലാണ്, വിദേശ യാത്രകളിലാണ്. പ്രധാനമന്ത്രിയുടെ യാത്രയിൽ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിൽ നിന്ന് അദ്ദേഹം ബ്രഹ്മോസ് മിസൈലിൻ്റെ വമ്പിച്ചൊരു ഡീല് കൈക്കലാക്കിയിരിക്കുന്നു. ചൈന ആകെ അങ്കലാപ്പിലായിരിക്കുന്നു. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഇതാണ്, ഒരു ഡീല്. വാസ്തവം പറഞ്ഞാൽ ഇന്തോനേഷ്യക്ക് ശത്രുക്കൾ ചുറ്റുമില്ല. മലേഷ്യയാണ് തൊട്ടടുത്തുള്ള രാജ്യം. ഇനിയിപ്പോൾ തൊട്ടടുത്തതായിട്ട് മലേഷ്യയ്ക്ക് നമ്മൾ ഈ ബ്രഹ്മോസ് കൊടുക്കാൻ പോവുക. ആ മേഖലയിലുള്ള ഫിലിപ്പീൻസിന് നമ്മൾ ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. ബ്രഹ്മോസിൻ്റെ മയമാക്കി തീർക്കുകയാണ് നമ്മൾ ബംഗാൾ ഉൾക്കടലിൻ്റെ നമ്മുടെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസ്റ്റേൺ കമാൻഡിൻ്റെ തലസ്ഥാനം. ബംഗ്ലാദേശും കിടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമ്മൾ കണ്ടറിയാം. ചൈന എന്തായാലും ഇതിൽ അസ്വസ്ഥത പരസ്യമായിട്ട് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വമ്പിച്ച ഒരു സ്ട്രാറ്റജിക് ഡീലാണ്. അവിടുത്തെ 2 പാർലമെൻറ്റ് അഭിസംബോധന ചെയ്തു അദ്ദേഹം. സംയുക്ത പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തു. അവിടുത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള അവാർഡ്, അത് പിന്നെ ഹിന്ദിയിൽ തന്നെ ഒരു പേരാണ്, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ഭാഷ നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷയുണ്ട്. എന്ന് മാത്രമല്ല, അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി. ഈ പറയുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി, സമയം പോയെങ്കിലും പറയാതെ വയ്യ. ലോകത്തിലെ ഏറ്റവും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദുക്കളുള്ള സ്ഥലമാണ് ബാലി എന്ന് പറയുന്ന ദ്വീപുകളുടെ സമൂഹമാണല്ലോ ഇന്തോനേഷ്യ. ബാലി ദ്വീപ് ഏറ്റവും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഡച്ചുകാർ വന്നിട്ട് പോലും അവരെ മതം മാറ്റാൻ പറ്റാത്ത തരത്തിൽ അത്ര ഓർത്തഡോക്സ് ആയിട്ട് ഹിന്ദുത്വത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നവരുടെ നാടുകൂടിയാണ് ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിങ്ങൾ പാർക്കുന്ന ഇന്തോനേഷ്യ. അവിടുത്തെ മുസ്ലിങ്ങൾ രാമനെയും സീതയെയും ആരാധിക്കുന്നു എന്നുള്ള കാര്യം കൂടി, അവരെ ദൈവങ്ങളായിട്ട് കരുതുന്നു. അവിടുത്തെ ജനങ്ങളാണ്. തദ്ദേശീയ സംസ്കാരം, അതാണ് അവരുടെ സംസ്കാരം. അതും കൂടി നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യാത്രകൾ നടത്തുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാകും. അതിനനുസരിച്ചിട്ടുള്ള മികച്ച കരാറുകൾ നമ്മുടെ രാജ്യവുമായിട്ട് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാനുള്ളത്, പണ്ടത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്നുള്ളത്. നമുക്ക് പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു സൗഹൃദത്തിൽ പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ അതുപോലെയല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഈ പല വിദേശ മണ്ണുകളിലേക്കുമുള്ള ഇത്തരത്തിലുള്ള ദുരൂഹമായിട്ടുള്ള യാത്രകൾ എന്നാണ് എടുത്തു പറയേണ്ടത്. ആരെയും അറിയിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ദുരൂഹമായിട്ടുള്ള യാത്രകൾ, ഒന്ന് ഇന്ത്യയുടെ യശസ് ഉയർത്തുമ്പോൾ മറ്റത് ഇന്ത്യയുടെ യശസ് ഇടിക്കുന്നു എന്നുള്ള നമ്മൾ കാണാതെ പോകണ്ട.